ഇന്നത്തെ ഡ്രില്ലിന്റെ പീരീഡ് ഞാൻ കണക്കിനിങ്ങെടുക്കുക. സുമേഷ് പ്രധാന വാർത്തകൾ വായിക്കും. അതിനുശേഷം നമുക്ക് ക്ലാസ് തുടങ്ങാം. പ്രധാന വാർത്തകൾ. PT-ക്ക് കളിക്കാൻ വിടാത്ത കണക്കുമാഷിനെ സാമൂഹ്യ വിരുദ്ധർ തല്ലിക്കൊന്നു. മധ്യപ്രദേശിലാണ് സംഭവം. ഇന്റർവെൽ സമയത്ത് ചൂരിലെടുത്ത് വരാന്തയിലൂടെ ഉലാത്തുന്ന ഹെഡ്മാസ്റ്റർമാർക്ക് ഹൃദയാഘാതം വരാൻ സാധ്യതയെന്ന് പഠനങ്ങൾ. ഹോംവർക്ക് എടുത്തോ? ഞാൻ എടുത്തില്ല. ഹോംവർക്ക് എടുക്കാൻ മറന്നവരോട് ഉച്ചയ്ക്ക് ചോറെടുക്കാൻ മറന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നത് ഡിപ്രഷന് കാരണമാകുമെന്ന് പഠനങ്ങൾ പറയുന്നു. സ്വർണത്തിന്റെ അറ്റോമിക നമ്പർ എന്ന ചോദ്യത്തിന് വളരെ വ്യത്യസ്തമായ ഒരു ഉത്തരമാണ് നമ്മുടെ സുമേഷ് എഴുതിയേക്കുന്നത്. സുമേഷേ ഒന്ന് വായിച്ചാലേ? വായിക്കണം സാറേ. വായിക്കണം. 1971 സ്വർണ്ണവില വാനോളം ഉയർന്നു. അങ്ങനെ സൂര്യവർദ്ധൻ ആർക്കും തൊടാൻ പറ്റാത്ത ഉയരങ്ങളിലെത്തി. ഇത്രയായില്ലോ. ഇനി ഹൈഡ്രജനെ പറ്റി ഒന്ന് വായിച്ചു വേണോ? വേണം. അലസവാതകങ്ങളുടെ വിളനിലമായിരുന്ന ആ പീരിയോഡിക് ടേബിളിൽ അസുരദേവനായ ഒരു കൊടും മൂലകൻ ജീവിച്ചിരുന്നു. ഹൈഡ്രജൻ ബായ്. കഴിഞ്ഞ ദിവസമേ ഓണപരിപാടിക്കിടയ്ക്ക് നിങ്ങൾ എല്ലാവരും കൂടെ മറ്റേ ഗ്ലാസും കുപ്പിയൊക്കെ ആയിട്ട് ഇവിടെ ഗ്രൗണ്ടിൽ പോയില്ല? അത് ഞങ്ങൾ എക്സ്പെരിമെന്റ് നടത്താൻ പോയത് സാർ. എന്തിന്റെ? മീതയിൽ ആൽക്കഹോൾ വെള്ളത്തിൽ ലയിക്കുമെന്ന് അറിയാൻ. എന്നിട്ട് ലയിച്ചോ? ഇല്ല, ആള് കൂടുതലായിരുന്നു. അല്ല ലയിച്ചു സാർ. പഞ്ചസാര ലൈന് കിട്ടി. സുമേഷിന്റെ അച്ഛൻ ഒരു വണ്ടി വാങ്ങിച്ചു. അത് ഇപ്പൊ വരും. അത് ഹിന്ദിയിൽ എങ്ങനെ പറയും? ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. यात्रियां कृपया ध्यान दीजिए. KL 130 गाड़ी नंबर अभी प्लेटफॉर्म नंबर 2 में आने की संभावना है. ജഗൽപൂർ പോകുന്ന ട്രെയിൻ IIT പോന്നോ? മലയാള സാറിനും കണക്ക് സാറിനും കൊടുക്കാതെ ഒരു ഡ്രിൽ പീരീഡ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മത്സരം വേണ്ടേ? സാർ ക്വിസ് മത്സരം. നിനക്ക് ഉത്തരം പറഞ്ഞു ദൂരെ മതിയായിരിക്കും.